12 കോടി ബാത്റൂമുകൾ ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പണിയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഇത്ര കാലം ഭരിച്ചവർമാരെ എന്ത് ചെയ്യുകയായിരുന്നു അടിസ്ഥാന വർഗ വിഭാഗത്തിന്റെ പ്രയാസ പ്രതിസന്ധി ഈ കാര്യങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ UPA കൂടി ഉണ്ടായിരുന്നല്ലേ കുറച്ചു കാലം, 4 വർഷം ഉണ്ടായിരുന്നില്ലേ? എന്താ നിങ്ങൾ ചോദ്യം ചെയ്യാഞ്ഞ്? എന്താ നിങ്ങളത് പറയാഞ്ഞ്? നിങ്ങളെന്താ പ്രവർത്തിക്കാഞ്ഞ്? ഇപ്പോൾ ക്രൂഡിന്റെ വില എന്താണ്, ഇവിടെ നമുക്ക് ഇന്ധനം എത്താനുള്ള സംസ്കൃത വസ്തു എത്താനുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ നമ്മൾ ഈ 100-ഉം 110ലേക്ക് എത്തിയത് എപ്പോഴാണ്? അത് ക്രൂഡിനൊക്കെ രാജ്യാന്തര വിപണിയിലൊക്കെ വില കുറഞ്ഞിരുന്ന സമയത്ത് എന്താണ് അതിന്റെ ഇളവ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൈമാറിയിരുന്നെങ്കിൽ ഈ 110 രൂപയിൽ വന്ന് നിൽക്കില്ലായിരുന്നു ഇന്ധന വില, പെട്രോളിന്റെയോ ഡീസലിന്റെയോ വില. ആ സമയത്ത് കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടില്ല. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ? അല്ല, ഉണ്ട് അയ്യപ്പദാസ്, അതിന് കൃത്യമായി മറുപടി ഉണ്ടല്ലോ. അയ്യപ്പദാസ് അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് മനോരമ ചാനലടക്കം. അതിനൊരു കാരണമുണ്ട്. 2004 മുതൽ 2014 വരെ ഭരിച്ചിരുന്ന ബഹുമാനായിട്ടുള്ള മൻമോഹൻ സിംഗ് സർക്കാർ, UPA സർക്കാരിന്റെ 1ഉം 2ഉം കഴിഞ്ഞു പോകുന്ന സമയത്ത് അവിടുത്തെ സർക്കാരിന്റെ ശൈലി അനുസരിച്ച് ആ സമയത്തെ പ്രതിസന്ധി കൊണ്ടായിരിക്കാം, പക്ഷേ 1,44,000 കോടി രൂപ തെറ്റുണ്ടെങ്കിൽ അയ്യപ്പദാസിന് കൃത്യമായി ചൂണ്ടിക്കാണിക്കാം. 1,44,000 കോടി രൂപ ഓയിൽ ബോണ്ട് എടുത്ത് ബാധ്യതയാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ 2014 ഇന്ന് ജിൻഡോ ജോൺ കേരളത്തിൽ പറഞ്ഞ അതേ സംവിധാനം അന്ന് UPA പോകുന്ന സമയത്ത് കേന്ദ്രത്തിന് ബാധിച്ചിട്ടുണ്ട്. 2014 മുതൽ 2020 എന്ന് പറഞ്ഞാൽ ഈ 26 നമ്മൾ സംസാരിക്കുന്നതിന് 2 മാസം മുൻപ് മാർച്ച് 26-ാം തീയതിയാണ് 1,44,000 കോടി രൂപ ഓയിൽ ബോണ്ട് ഉണ്ടായിരുന്നത്. 3,23,000 കോടി രൂപ നമ്മുടെ കേന്ദ്ര സർക്കാർ, നമ്മുടെ രാജ്യത്തിന്റെ സർക്കാർ അത് കൊടുത്തു തീർത്തു എന്ന് പറഞ്ഞാൽ 3,23,000. BJP നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ കുറെ വസ്തുതയുണ്ട്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല ശ്രീ ഉല്ലാസ്, എന്റെ സംശയമല്ലോ. ഇപ്പൊ നോക്കൂ, ഒരു സെക്കൻഡ്, ഇപ്പൊ 2000 പരിഹരിക്കപ്പെടണ്ടേ? ഇപ്പൊ നോക്കൂ, ഈ പെട്രോൾ 2023 98 രൂപ പെട്രോളിന് വില വരുമ്പോ $82 എന്തിന്റെ വില? ക്രൂഡിന് വില. അത് 80 ആയപ്പോഴാണ് നമ്മുടെ നാട്ടിൽ 100 രൂപ എന്ന ചരിത്ര വിലയിലേക്ക് പെട്രോളിന്റെ വില എത്തുന്നത്. ഇതിനിടയിൽ ഒരു തവണ കുറച്ചിട്ടുണ്ട് കേട്ടോ, കാര്യമായി തന്നെ കുറച്ച്, 9 രൂപയാണെന്ന് എൻ്റെ ഓർമ്മ, പെട്രോളിന് കുറച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പിണറായി സർക്കാർ ഇവിടെ 2.5 രൂപയോളം കുറയ്ക്കുകയും ചെയ്തു. ശരി, പക്ഷേ രാജ്യാന്തര വിപണിയിൽ ഇത്രയും വർഷം, 10 വർഷം ഭരിച്ചത്, എത്രാമത്തെ വർഷമാണ് NDA സർക്കാർ? 3ാമത്തെ NDA സർക്കാരല്ലേ? ഇതിനിടയിൽ ഈ ബാധ്യതകൾ തീർത്ത് ഈ ഇളവ് കുറെ കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് 110 രൂപ എന്ന അവസ്ഥയിൽ നിൽക്കില്ലായിരുന്നു ഇന്ധനവില രാജ്യത്ത്. മനസ്സിലാക്കി തരാം. 2004-2014 UPA 1ഉം 2ഉം ഉള്ളപ്പോൾ ഞാൻ അതിന്റെ കണക്കുകളാണ് പറയുന്നത് കേട്ടോ. 25,630 കോടി രൂപയാണ് കേരളത്തിന് ഗ്രാൻഡായിട്ടും എയ്ഡായിട്ടും കേന്ദ്ര സഹായം ലഭിച്ചത്. 2004 മുതൽ 2014 വരെ 25,630 കോടി രൂപ. 2014 മുതൽ 24 വരെയുള്ള 10 വർഷം എന്ന് പറഞ്ഞാൽ NDA സർക്കാർ, മോദി സർക്കാർ ഭരിക്കുമ്പോൾ 1,56,000 കോടി, 1.56 ലക്ഷം കോടി രൂപയാണ് എന്ന് പറഞ്ഞാൽ 2.25 തവണ വർധനവത്തോടു കൂടിയാണ് ഇവിടുത്തെ എയ്ഡും ഗ്രാൻഡുമായിട്ട് കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പെട്രോൾ വില വർധന, ഞാൻ നേരത്തെ ഓയിൽ ബോണ്ടിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ 22% മാത്രമാണ് ഇവിടെ 4 വീലർ ഈ ഭാരതത്തിലുള്ളത്. 30-32% മാത്രമാണ് 2 വീലർ ഉള്ളത്. സ്വാഭാവികമായിട്ട് അതിനകത്ത് റോഡ് അടക്കമില്ലാത്തൊരു പ്രയാസമുള്ളൊരു നാടുമാണ്. അപ്പോൾ ഈ സംവിധാനത്തിനുള്ള വരുമാനം കൊണ്ട് തന്നെയാണ് അന്ത്യോദയ എന്ന് പറയപ്പെടുന്ന അന്നവും വെള്ളവും വെളിച്ചവും ഒക്കെ നിരവധി ആളുകൾക്ക് എത്തിക്കുന്നതും സർക്കാരിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അടക്കമുള്ളത് നടക്കുന്നതും. ഒപ്പം തന്നെ കാർഷിക മേഖല നിരവധി കാര്യങ്ങൾ, നിരവധി പദ്ധതികൾ വരുന്നതും പദ്ധതികളുടെ ഗുണഭോക്താക്കളാക്കി സമൂഹം മാറുന്നതും. ഇപ്പൊ നമ്മുടെ വളത്തിന്റെ വില കൂടിയോ? ഇല്ലല്ലോ, കാർഷിക മേഖലയ്ക്ക് അത് ഗുണമായിട്ട് കിട്ടിയില്ല. അപ്പൊ ഇതിൽ നിന്നൊരു കൺവേർഷൻ തന്നെയാണ് അത് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഓയിൽ ബോണ്ട് തീർക്കേണ്ട ബാധ്യതയും കേന്ദ്ര സർക്കാരിനുണ്ടായി. കാലമായിട്ടുള്ള കേരളത്തിലെ സർക്കാരുകൾ അത് ചെറിയ കാര്യമല്ല. നിത്യോപയോഗ സാധനത്തിന്റെ വില, കറണ്ട് ബില്ലിന്റെ വില എന്ത് അടിസ്ഥാനത്തിലാണ് അയ്യപ്പദാസ കൂടിയത്? നമുക്ക് ചർച്ച ചെയ്യണ്ടേ? 4 സ്ലാബായില്ലേ? ഇന്നലെ ഒരാളെ ഞാൻ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു നല്ല ഉഷ്ണാണ്ടാ, മഴ ഉണ്ടെങ്കിലും കാര്യമില്ല, നല്ല ഉഷ്ണ, 10 മണി കഴിഞ്ഞിട്ട് വിളിക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ 10 മണി കഴിഞ്ഞിട്ട്? അല്ല, 10 മണി കഴിഞ്ഞാൽ സ്ലാബ് ഒന്ന് കുറയും, 9:45 വരെ AC ഇടാൻ ധൈര്യമില്ല, 10 മണി കഴിഞ്ഞാൽ സ്ലാബ് കുറയുമ്പോൾ AC ഇടാൻ വിചാരിച്ചിട്ടാ. അങ്ങനത്തെ ഒരു സാഹചര്യം സ്ലാബ് കണക്കിന് ഉണ്ടാക്കി വെച്ച രാഷ്ട്രീയം എന്ത് അടിസ്ഥാനത്തിലായിരുന്നു? അതിനൊന്നും മറുപടി പറയാതെയാണോ പ്രേംകുമാറിന് പോകാൻ സാധിക്കുമോ? അത് കറണ്ട് ആയിക്കോട്ടെ, ശ്രീ പ്രേംകുമാർ, ഈ യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് നോക്കുക. അതായത് 2 ആഴ്ചയ്ക്ക് മുമ്പ് വരെ LDF സർക്കാരിന്റെ കയ്യിലിരുന്ന എക്സ്ചെക്കർ ഈ 2 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ ആ സമയം തൊട്ട് ഏതവസ്ഥയിലാണെന്നാണ് യഥാർത്ഥത്തിൽ താങ്കളുടെ വിലയിരുത്തൽ? LDF പറയുക. ഒന്ന്, NDA പ്രതിനിധിയോട് BJP പ്രതിനിധിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. എണ്ണവില നിശ്ചയിക്കാനുള്ള അധികാരം എണ്ണ കമ്പനികൾക്ക് കൊടുത്തത്, പെട്രോളിന്റെ അധികാരം കൊടുത്തത് UPAയും
ഡീസലിന്റെ വില എണ്ണ കമ്പനികൾക്ക് നിശ്ചയിക്കാനുള്ള അധികാരം കൊടുത്തത് BJP NDA ഗവൺമെന്റുമാണ്. ഇപ്പോൾ കടമൊക്കെ കൊടുത്തു തീർത്തു എന്ന് പറയുന്നുണ്ട്. 2 ലക്ഷം കോടി രൂപയാണ് എണ്ണ കമ്പനികൾ ഈ ജനങ്ങളെ പിഴിഞ്ഞ് കൊള്ളയടിച്ച് കാശുണ്ടാക്കിയത്. ഇനിയെങ്കിലും എണ്ണവില നിശ്ചയിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാർ പൂർണ്ണമായും തിരിച്ചു പിടിക്കുമോ? ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ടുണ്ട്, വേണ്ടോളം ഉണ്ട്. 2, ഇപ്പോ കേന്ദ്ര സർക്കാരിന് യൂണിയൻ ഗവൺമെന്റിന് 1 ലിറ്റർ പെട്രോൾ 1 ലിറ്റർ ഡീസൽ വിൽക്കുന്ന സമയത്ത് ലഭിക്കുന്ന നികുതി എത്രയാണ്? ഇവിടെ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ശുദ്ധീകരിച്ച് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനപ്പുറത്ത് എണ്ണ ശുദ്ധീകരിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്. ക്രൂഡ് ഇറക്കുമതി ചെയ്ത് കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്. എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ 1 ലിറ്റർ പെട്രോളിൽ നിന്ന് 1 ലിറ്റർ ഡീസലിൽ നിന്ന് യൂണിയൻ ഗവൺമെന്റ് ടാക്സ് ആയി ഇപ്പോൾ വാങ്ങുന്ന സംഖ്യ എത്രയാണ്? ഞാൻ കരുതുന്നത് 3-1 സംഖ്യ. 30-ലധികം രൂപ 1 ലിറ്റർ പെട്രോളിലും 1 ലിറ്റർ ഡീസലിലും രാജ്യത്തെ ഗവൺമെന്റ് ടാക്സ് ആയിട്ട് പിടിക്കുന്നുണ്ട് എന്നാണ്. 50 രൂപയ്ക്ക് 80 രൂപ പെട്രോളിനുള്ളപ്പോൾ 50 രൂപയ്ക്ക് പെട്രോളും 50 രൂപയ്ക്ക് ഡീസലും കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന ഒരു വാഗ്ദാനം രാജ്യത്തെ BJPയുടെ ഗവൺമെന്റ് ജനങ്ങൾക്ക് മുമ്പാകെ വെച്ചിരുന്നു. ആ വാഗ്ദാനം നടപ്പിലാക്കിയോ? രാജ്യത്ത് ഇതെല്ലാം ചെയ്യുന്നത് ഞങ്ങൾ ശുചിമുറി നിർമ്മിക്കാനാണ് എന്നാണ് പറഞ്ഞത്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുന്ന സന്ദർഭത്തിൽ, ടാക്സ് വർദ്ധിപ്പിക്കുന്ന സന്ദർഭത്തിൽ, സെസ്സാക്കി മാറ്റുന്ന സന്ദർഭത്തിൽ പറഞ്ഞത് ഞങ്ങൾ ശുചിമുറി നിർമ്മിക്കാനാണ് എന്നാണ്. എന്തായി ആ ശുചിമുറി നിർമ്മാണം എന്നൊന്ന് പറയണം. അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമെങ്കിലും, ഇതെല്ലാം കൂടെ ചേർത്താണല്ലോ. കേരളമാകെ വിലക്കയറ്റത്തിലാണ്, കേരളമാകെ കെടുതിയിലാണ്. BJP 2 സംസ്ഥാനവും BJP ഭരിക്കുന്ന കുറെ പ്രദേശങ്ങൾ ഇന്ത്യയിലുണ്ടല്ലോ. അവിടെയൊക്കെ മനുഷ്യന്റെ പട്ടിണിയെങ്കിലും മാറ്റിയോ എന്ന് BJPയുടെ പ്രതിനിധി ഇവിടെ ഒന്ന് പറയണം. ഇങ്ങോട്ട് വന്നേ നീ. ഇതിലിപ്പോ നോക്കൂ, ഈ തവണത്തെ ഈ റൗണ്ടിൽ എന്താണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. പണിത ശുചിമുറിയുടെ അവസ്ഥ ചോദിച്ചു, അതിദാരിദ്ര്യമുക്തമായ നാട് ഏതാണെന്ന് ചോദിച്ചു. അത് ചോദിക്കാൻ CPM-ന് LDF-ന് അവകാശമുണ്ട്. കാരണം ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും ജനകീയമായിട്ട് അതിദാരിദ്ര്യമുക്തമൊന്നും ആയില്ല. പക്ഷേ ഒരുപാട് കുടുംബങ്ങളെ ആ അവസ്ഥയിൽ നിന്ന് കയറ്റിയത് കഴിഞ്ഞ സർക്കാരിന്റെ നേട്ടമായിട്ട് നാട് കണ്ടതാണ്. അപ്പൊ ആ ചോദ്യത്തിന് അങ്ങ് മറുപടി പറയണം. അതിപ്പോ ശരിയാക്കി തരാം. തുടങ്ങാലോ അയ്യപ്പദാസ്. ഈ പ്രേംകുമാർ അദ്ദേഹം സ്വാഭാവികമായിട്ട് 10 വർഷക്കാലം പെട്ടെന്നൊന്നും മറന്നുപോയി. അമ്ലേഷം പിടിപെട്ടു അദ്ദേഹത്തിന്. എന്നിട്ട് ആൾ കുറേ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ ചോദ്യം കണ്ണാടിയിൽ നോക്കിയിട്ട് 10 കൊല്ലം മുമ്പ് ചോദിക്കണമായിരുന്നു. 10 കൊല്ലം കണ്ണാടിയിൽ പോയി ചോദിക്കണമായിരുന്നു. എന്താണ് പിണറായി ചെയ്യാത്ത. ഇപ്പോൾ ഒന്ന് വേറൊരു കാര്യം പറഞ്ഞില്ലേ, ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. ആ ജനങ്ങളോട് പറഞ്ഞപ്പോൾ ജനം പറഞ്ഞെന്നില്ലേ മറ്റാരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ മറ്റാൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് വിവിധ ആളുകളെ ജയിപ്പിച്ച് നിങ്ങൾ മൂലക്കിരുത്തിയില്ലേ. അത് ഭാവിയിൽ ഇനി എന്താ പറയാൻ പോണെന്ന് നിങ്ങൾ നോക്കിക്കോ. ഈ സംവിധാനം ഈ ഭാരതത്തിലുണ്ടാവില്ല. ഇത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല്? കുണ്ടി കുത്തി നിങ്ങൾ എന്നോട് ചോദ്യം ചർച്ച തല്ലൂടിയിട്ട് സമയം കളയുന്ന നേരമല്ല. പെട്രോളിൻ്റെ ഡീസലിൻ്റെയും വിലയുടെ കാര്യം ചോദിച്ചു. സാർ അത് പഠിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഞാൻ 69.83 എന്ന് പറഞ്ഞാൽ പെട്രോളിൻ്റെ വില, 71.11 ഡീസലിൻ്റെ വില എന്ന് പറഞ്ഞ ബേസ് പ്രൈസും റിഫൈനറി പ്ലസ് ഫ്രൈറ്റ് പ്ലസ് OMC മാർജിൻ അടക്കം. അതിൽ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി 11.9, ബേസിക് എക്സൈസ് ഡ്യൂട്ടി 1.4, സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി അത് 13 ആയിരുന്നു. എന്തിന്? പെട്രോളിന്. അത് കേന്ദ്രം കുറച്ചു, 3 റുപ്യാണ് ഇപ്പോൾ. റോഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ് 5 റുപ്യുണ്ട്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ 2.5 ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസൽ ഭീമ യോജന കൊടുക്കുന്നതും കിസാൻ സമ്മാൻ നിധി കൊടുക്കുന്നതും ഒക്കെ കേട്ടോ. നിങ്ങൾ ക്ഷേമ പെൻഷൻ്റെ കഥ പറയുമ്പോൾ ഇതും പറയണമല്ലോ. അതേപോലെ സംസ്ഥാനം 29.91 എന്താണ്? സ്റ്റേറ്റ് കേരള സ്റ്റേറ്റിൻ്റെ പൈസ പ്ലസ് വാറ്റ്. അതുകൂടാതെ അഡീഷണൽ സെയിൽ ടാക്സ് 1 റുപ്യ, സോഷ്യൽ സെക്യൂരിറ്റി സെസ് 2 റുപ്യ, അതേപോലെ തന്നെ 1% സെസ്. അങ്ങനെയാണ് പെട്രോളിന് വരണേ. ഈ അഡീഷണൽ ടാക്സ് എന്ന് പറഞ്ഞാൽ അത് 0. സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി 0 കേന്ദ്രം മേടിക്കുന്നത് ഡീസലിന്. കേരളത്തിൽ പെട്രോളിന് മേടിക്കുന്നത് 3 റുപ്യ, 10 റുപ്യ കുറച്ചു. മറ്റത് പൂർണ്ണമായിട്ട് കേന്ദ്രം കുറച്ചു ഡീസലിൻ്റെ കാശ്. അത് അങ്ങ് പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ആ കാര്യം കൃത്യമായി പഠിച്ചതിന് ശേഷം കേന്ദ്രത്തിനോട് ചോദിക്കാൻ വരാം. മറുപടി പറയണ. ഈ അയ്യപ്പദാസെ ഇവിടെ ബെറ്റ് വെക്കുന്നു. പ്രേംകുമാർ, നമുക്ക് നിങ്ങൾ പറഞ്ഞ മൂല്യത്തിന് പറ്റുവച്ചോ. 12 കോടി ബാത്റൂമുകൾ ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പണിയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഇത്ര കാലം ഭരിച്ചവർമാരെ എന്ത് ചെയ്യുകയായിരുന്നു അടിസ്ഥാന വർഗ വിഭാഗത്തിന്റെ പ്രയാസ പ്രതിസന്ധി ഈ കാര്യങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ UPA-യുടെ കൂടി ഉണ്ടായിരുന്നല്ലേ കുറച്ചു കാലം, 4 വർഷം ഉണ്ടായിരുന്നില്ലേ? എന്താ നിങ്ങൾ ചോദ്യം ചെയ്യാഞ്ഞ്? എന്താ നിങ്ങളത് പറയാഞ്ഞ്? നിങ്ങളെന്താ പ്രവർത്തിക്കാഞ്ഞ്?
രണ്ട്, കേന്ദ്ര സർക്കാർ പെട്രോളിയം കമ്പനിക്ക് അതിന്റെ കൊടുത്തുവന്നു. നിങ്ങളടക്കം അവിടെ ഇരിക്കുന്ന സമയത്ത് ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടാ. അത് കൊടുത്തുവെങ്കിൽ അത് വില കൂട്ടാനുള്ള ഇപ്പോഴും പരിപൂർണമായിട്ടുള്ള ഡിസിഷൻ അത് കൂട്ടണമെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെ നിശ്ചയിക്കണം. അത് നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ്. അത് പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അതുകൊണ്ടാണ് യുദ്ധം വന്നിട്ടും നിരവധി സ്ഥലത്ത് 67, 57, 77% കാശ് കൂടിയപ്പോഴും ഇന്ത്യ മഹാരാജ്യത്ത് 10% പിടിച്ചു നിർത്താൻ സാധിച്ചത്. കിട്ടിയോ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ഇത്ര മാസം ഇത് പ്രയാസമില്ലാതെ കൊണ്ടുപോകാൻ സാധിച്ചത്. ഭാവിയിലും അതുകൊണ്ടാണ് ഒപെക് രാജ്യങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, ഒപെക് രാജ്യങ്ങളിൽ നിന്ന് എക്സിറ്റ് പറഞ്ഞുതരാം. അതുകൊണ്ടാണ് ഇന്ത്യയോട് വിശ്വാസമുള്ളതുകൊണ്ടാണ്, ലോകരാജ്യങ്ങളിൽ ഇന്ത്യയിൽ കൂടുതൽ വിശ്വാസമുള്ളതുകൊണ്ടാണ് ഒപെക് രാജ്യങ്ങളിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് വന്ന് UAE 30 ലക്ഷം ബാരല് ഇവിടെ കീപ്പ് ചെയ്യാമെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത് പരിഹരിക്കാമെന്നും ഈ കഴിഞ്ഞ തവണ നരേന്ദ്രമോദി ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി UAE പോയ സമയത്ത് കരാർ ഒപ്പിട്ടത്. ഞാൻ നോണല്ലോ പറയണേ, നിങ്ങളുടെ പത്രടക്കം റിപ്പോർട്ട് ചെയ്ത കാര്യമാണല്ലോ, സത്യസന്ധമായിട്ടുള്ള കാര്യമല്ലേ. അതിവിടെ എന്തുകൊണ്ടാണ് സൗദി ആരാംകോ ഏറ്റവും കൂടുതൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തത്? ഇതേ സേഫ്റ്റിയുടെ ഭാഗമായിട്ടും ഇതേ വളർച്ചയുടെ ഭാഗമായിട്ടാണ്. അത് നിങ്ങളുടെ സർക്കാർ, പ്രേംകുമാറെ, നിങ്ങളുടെ സർക്കാർ വന്നതിന് ശേഷം വ്യാവസായികം, കാർഷികം, തൊഴില്, വനമേഖല, സ്പോർട്സ്, ആരോഗ്യം, കറണ്ട്, ഭൂനികുതി, വെള്ളനികുതി ഇത്യാദി മേഖലയിലൊക്കെ നിങ്ങളെടുത്ത തീരുമാനം എന്തായിരുന്നു? നിങ്ങൾ എന്താ വില കയറ്റി ഇങ്ങനെ പൊന്തിച്ചു കൊണ്ടുപോയേ? 220 ഉറുപ്പ്യ വേണമെന്ന് ഒരു പരിപ്പ് കുത്തി കാച്ചത് കഴിക്കാനായിട്ട്, 52 ഉറുപ്പ്യ കിട്ടണമെന്ന് ഒരു വെള്ളത്തിൽ ഒരു പഞ്ചസാര കലക്കിയിട്ട് കുടിക്കാനായിട്ട്, 28 ഉറുപ്പ്യ കൊടുക്കണം ഒരു ചായ കുടിക്കണമെങ്കിൽ. ഒരു വീട്ടുകാരൻ ഒരു ദിവസം കാലത്ത് ചായ കുടിക്കണമെങ്കിൽ കറണ്ട് ബില്ല് 8500, 4500, 3500 ഉറുപ്പ്യാണ് വരുന്നത്. ക്ഷേമ പെൻഷൻ നിങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമാണോ? നിങ്ങൾ അവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കുമ്പോൾ അതിന് 35 ഇരട്ടി ഇപ്പുറത്ത് വില കയറ്റം ഉണ്ടാക്കിയില്ലേ സർക്കാർ ചെയ്തു കൊടുത്തിട്ട്? ആ ക്ഷേമം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുമോ? മരുന്നിന്റെ വില നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ? 5 ഉറുപ്പ്യ കിട്ടുന്ന ഗ്ലൗസ് 60 ഉറുപ്പ്യക്കും മേടിച്ചിട്ട് കയ്യോറ അതിന്റെ ഇരട്ടി കാശിനും മേടിച്ചിട്ട് നിങ്ങൾ എന്താ പറഞ്ഞ പ്രതിസന്ധി പരിഹരിക്കുകയായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. 1.56 ലക്ഷം കോടി ഒന്നുപോലെ കൈയിങ്ങടാ കലക്കി കലക്കിന്ന് പറഞ്ഞാ പോലെ കലക്കി. നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം.